ഹലോ! നമുക്കൊരു ഡെയിലി വ്ലോഗ് കണ്ടിട്ട് വന്നാലോ? എനിക്കിപ്പോൾ ആനുവൽ ലീവാട്ടോ. എനിക്ക് ആനുവൽ ലീവായിട്ട് കാര്യമില്ലല്ലോ. കെട്ടിയോന് ജോലിക്കും പോണം, പിള്ളേർക്ക് സ്കൂളിലും പോണം. അതുകൊണ്ട് തന്നെ രാവിലെ വളരെ തിരക്ക് സമയമാണേ. രാവിലെ പ്രത്യേകിച്ച് ഡേവിനെന്നെ കുളിച്ചൊരുക്കി തല കെട്ടി സ്കൂളിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലികേറാമല ചുമക്കുന്നത് പോലെയാട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ആ നടക്കുന്ന വഴി കാണാൻ നല്ല രസമാട്ടോ. ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് എക്സ്പെഷ്യലി നല്ല അടിപൊളിയാട്ടോ. അങ്ങനെ അവരെ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് ആക്കി ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോഴാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ചിക്കൻ സൂപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ടിന്നിൽ മേടിക്കാൻ കിട്ടും. അങ്ങനെ ചിക്കൻ സൂപ്പൊക്കെ കഴിച്ച് ഞാൻ ഡ്രോയിങ് റൂമിൽ വന്നപ്പോഴാണ് ഡ്രോയിങ് റൂമിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എല്ലാ കളിപ്പാട്ടവും ഒരു അരമണിക്കൂർ കൊണ്ട് ആങ്ങളെയും പെങ്ങളും കൂടെ എല്ലാം നിരത്തിയിട്ടേക്കുക കേട്ടോ. ഒരാൾ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ കളിപ്പാട്ടം തട്ടിയിട്ട് നടക്കാൻ പാടില്ല. ആ മാതിരി കളിപ്പാട്ടം കേട്ടോ. എന്നെ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ മേടിച്ചു കൊടുത്തില്ല. അങ്ങനെ വേഗം പിന്നെ കളിപ്പാട്ടമൊക്കെ എടുത്തു വെച്ചിട്ട്, കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ ആരും ഒന്നും പറയില്ലല്ലോ, എന്നെയല്ലേ എല്ലാവരും കുറ്റം പറയത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കളിപ്പാട്ടമൊക്കെ വേഗം എല്ലാം ഒതുക്കി പറക്കി ഡ്രോയിങ് റൂം മാത്രം ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എല്ലാം വൃത്തിയാക്കിയിട്ടപ്പോഴത്തേക്കും 11:30 ഡേവിനെ വിളിക്കാൻ പോകണം. അവൾ നേഴ്സറിയിലാണേ. അപ്പോൾ 3 മണിക്കൂറേ അവൾക്ക് ക്ലാസ് ഉള്ളൂ. അങ്ങനെ ഡേവിനെ കൂട്ടിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഉച്ചത്തെ ചോറിനുള്ള പരിപാടി ആരംഭിച്ചു കേട്ടോ. ചോറിന് ഞാൻ വിചാരിച്ചു കുറച്ച് ബീൻസും ക്യാരറ്റ് തോരനും, പിന്നെ കടയിൽ നിന്ന് ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു ഫ്രോസൺ മീൻ മേടിച്ചു. മീനിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രോസൺ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതും വെക്കാം, അത് വെക്കുകയല്ല, അത് വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചക്കക്കുരു മാങ്ങയും ജുജു വെച്ചത് ഫ്രിഡ്ജിൽ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം 3 കൂട്ടം കറിയാണല്ലോ. എനിക്കാണെങ്കിൽ ചോറിന് നിറച്ച് കറി വേണം കേട്ടോ. കുറച്ച് ചോറും കൂടുതൽ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും അരിയൊക്കെ കഴുകിയിട്ടു കേട്ടോ. അരി കഴുകണ ആ പാത്രം നല്ല അടിപൊളി പാത്രമാണ്. അത് ഞാൻ ടെമൂന്ന് എനിക്ക് ജിജു മേടിച്ച് തന്നതാട്ടോ. വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ ടെമൂവിൽ. അപ്പോൾ നാട്ടിലൊരു 200 ഉണ്ട്, അത്രയൊക്കെയോ. 200 കൊണ്ടല്ല, 200 രൂപ. അങ്ങനെ ചോറൊക്കെ അരിയൊക്കെ അടപ്പത്തിട്ടു. പിന്നെ ഞാൻ മീനൊക്കെ കഴുകി ഉപ്പും മുളകും മല്ലിപ്പൊടിയും വിട്ടു, മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി ഞാൻ വറക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ആ എല്ലാം മസാല ഒന്ന് പിടിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് അതെല്ലാം വറക്കാൻ വെച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ സത്യത്തിലും വീഡിയോ എടുക്കാൻ മറന്നു പോയതാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീൻസും നമ്മുടെ ക്യാരറ്റും കൂടെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് TV കണ്ടുകൊണ്ട് ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് സിനിമകളിലും നടക്കും, നമ്മുടെ അരിഞ്ഞ് എടുക്കലും നടക്കുമല്ലോ. അങ്ങനെ അതൊക്കെ അറിയാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരാൾ കത്തി വെച്ചിട്ട് എന്നെ സഹായിക്കാൻ എന്തിനാണ്. അപ്പം ഞാൻ നീ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു കറി ഉണ്ടാക്കാൻ. അപ്പം ഞാൻ എന്നാ വിചാരിച്ചു. അപ്പം മറ്റേ ക്യാരറ്റ് തൊണ്ട് കളയാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ സാധനത്തിന് മൂർച്ചയൊന്നുമില്ലല്ലോ. അപ്പോൾ അവളാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്തു തരുകയും ചെയ്യും. കാര്യം ആൾക്ക് 4 വയസ്സുള്ളെങ്കിലും 40 വയസ്സിൻ്റെ നാക്കും കാര്യപ്രാപ്തിയൊക്കെ അടിപൊളിയാണ്. ആൾ പെട്ടെന്നൊന്നും ക്യാമറയ്ക്ക് അങ്ങനെ ഫേസ് ചെയ്യാത്തൊരു മുതലാണ്. വളരെ റെയറായിട്ടാണ് ക്യാമറയ്ക്കൊക്കെ ഫേസ് ചെയ്യുള്ളൂ ആൾ. അങ്ങനെ ഞാൻ അവളും കൂടെ ഞാൻ ബീൻസ് അരിഞ്ഞു, അവൾ ക്യാരറ്റ് തൊണ്ട് കളഞ്ഞു. പിന്നെ ഞാൻ ക്യാരറ്റൊക്കെ അവളുടെ ഇത് മേടിച്ച് അരിഞ്ഞ് ഞാൻ ബീൻസും തോരനും, പിന്നെ നമ്മുടെ മീൻ വറുത്തത് ഇടയ്ക്ക് മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ഊടായ്പ കറികൾ ഉണ്ടാക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇങ്ങനെ എൻ്റെ കെട്ടിയവൻ പറയണ പോലെ എടി ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കടി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ പറയും ടേസ്റ്റ് പോരെ, എന്ത് ചേർക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട, അവസാനം കറിക്ക് ടേസ്റ്റ് പോരേ എന്ന് ചോദിക്കൂട്ടോ. ഞാൻ ജസ്റ്റ് ബീൻസും ക്യാരറ്റും അരിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞ് ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്തിട്ടു. ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി ഇന്നത്തെ ഉച്ചത്തെ ചോറ് നല്ല കഴിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ